കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ, ശ്രുതി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, കാണാവോ? കാണുന്നില്ലല്ലോ. ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നതല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ. നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരില്ല, അല്ലേ? സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്. ആഹാ, ശ്രുതി എന്താ പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ, ശ്രുതി പോകുന്നില്ല. കൊല്ലശ്രുതിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം ശ്രുതി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണുസുതി 100 വട്ടം രേണുസുതി. ഓക്കെ, സീക്രട്ട് ഏജന്റിനും ആറാട്ടണ്ണനും എന്തായാലും ഒരു കിടലൻ മറുപടി തന്നെയാണ് രേണുസുതി നൽകിയിരിക്കുന്നത്. ഒരുപാട് നെഗറ്റീവുകൾക്കിടയിൽ നിന്നായിരുന്നു രേണുസുതി ബിഗ് ബോസിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ ബിഗ് ബോസിൽ ഇരിക്കവേ രേണുസുതിയോട് മലയാളികൾക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷം ഒരുപാട് പോസിറ്റീവ് കമന്റുകളും പോസിറ്റീവായിട്ടുള്ള പ്രേക്ഷകരുമായിരുന്നു രേണുസുതിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ചു നാളുകളായി രേണുസുതി ഏത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും വളരെയധികം വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പഴയതുപോലെയുള്ള ആ നെഗറ്റീവ് ഇമേജാണ് ഇപ്പോൾ പുള്ളിക്കാരിക്കുള്ളത്. എല്ലാവരും പുള്ളിക്കാരിയെ കുറിച്ച് പറയുന്നത് ക്യാമറ കട്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരി യഥാർത്ഥത്തിൽ അഭിനയിക്കുന്നത് എന്നാണ്. പല ആളുകളും പുള്ളിക്കാരിയെ നിക്കർ വിധവ എന്നുള്ള പേരുകൊണ്ടെല്ലാമാണ് പരാമർശിക്കുന്നത്. വിമർശനങ്ങൾക്കെല്ലാം പുല്ലുവിലയാണ് രേണുസുതി നൽകുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും രേണുസുതിക്ക് വർക്കില്ലാതെ നിന്നിട്ടില്ല. ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ വിദേശത്താണ് പുള്ളിക്കാരി. അത്രയും ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് രേണുസുതി. ഇതിനിടയിൽ പുള്ളിക്കാരിയുടെ ഓരോ ആൽബത്തിന്റെ ഷൂട്ടിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. എന്താണ് രേണുസുതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.